കഥ പാതി വഴിയിൽ പാർട്ട് 15. അവതരണം ഷെറിൻ നൗഷ. അലക്സി, താലി കെട്ടിയ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ കുഞ്ഞിനെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. മമ്മിക്കും ഡാഡിക്കും ഒന്നും എൻ്റെ ഈ തീരുമാനം ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ഒറ്റപ്പെട്ടു. ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്നിട്ടും നീ... അവളുടെ തൊണ്ടയിൽ കരച്ചിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനാണ് പൂജ ഇപ്പോൾ പറയുന്നത്? എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ. ഇന്നുച്ചയ്ക്ക് നീ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്തിരി ബിസി ആയിപ്പോയി. ഓഫീസിൽ വർക്കുള്ളതിന് നീ എന്നെ കുറ്റപ്പെടുത്തരുത് പൂജ. അവൻ അവളെ മയപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അലക്സി, താൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. നീ ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഓഫീസിൽ നീ ഉണ്ടായിരുന്നില്ല. പൂജയുടെ വാക്കുകൾ കേട്ട് അവനൊന്നു ഞെട്ടി. താൻ ആ സമയത്ത് ഓഫീസിന് പുറത്തായിരുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു? അവളുടെ ചോദ്യത്തിൻ്റെ മൂർച്ച അവനെ വീണ്ടും ഭയപ്പെടുത്തി. പൂജ പ്ലീസ്, ഞാൻ എങ്ങോട്ടും പോയിരുന്നില്ല. എന്നെ കാണാൻ വേണ്ടി താര വന്നിരുന്നു. അവൾക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെന്നും നിന്നെ വിട്ട് എന്നോട് അവളോടൊപ്പം തന്നെ ജീവിക്കണമെന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. പൂജ, നീ വിശ്വസിക്കണം. നീയല്ലാതെ ഇനിയൊരു പെണ്ണും എൻ്റെ ലൈഫിലുണ്ടാവില്ല. നീ വിശ്വസിക്കണം. അവൻ പൂജയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു. അത് താരയാണോ? പൂജയുടെ മനസ്സിൽ സംശയം ഉയർന്നു. പിന്നീടവൾ അലക്സിയോട് മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ കാണാതെ പൂജ ഒരിക്കൽ കൂടി ഫോൺ എടുത്തു നോക്കി. അവളുടെ മുഖം വ്യക്തമല്ല. എങ്കിലും അലക്സി പറഞ്ഞത് കള്ളമാണ് എന്നവൾക്ക് ഉറപ്പായിരുന്നു. അത് താരയല്ല. താരയുടെ ശരീരം ഇങ്ങനെയല്ല. മാത്രമല്ല, ഇത്ര മോഡേണായി താര ഡ്രസ്സ് ചെയ്യാറില്ല. അവൾ മനസ്സിലെ സംശയം പിന്നീട് അലക്സിയോട് പറയാൻ നിന്നില്ല. എന്തിനാണ് അവൻ കള്ളം പറഞ്ഞത്? എങ്ങനെയും അവൻ്റെ കള്ളത്തരം മനസ്സിലാക്കണമെന്ന് പൂജ മനസ്സിൽ ഉറപ്പിച്ചു. അഭിരാമി, താനീ കത്തിയുമായി എങ്ങോട്ട് പോണു? മഹേഷിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. മഹി, എൻ്റെ കാലിലെ കെട്ട് വല്ലാതെ മുറുകിപ്പോയി. ഏതായാലും അലക്സി ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചല്ലോ. അത് മതി. കെട്ട് മുറുകിയാലും സാരമില്ല. ഇത് അഴിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കത്തിയെടുത്ത് വന്നതാ. അവൾ കത്തിയുമായി സോഫയിലിരുന്നു. അപ്പി, തനിക്കെന്താ ഒരു ബോധം ഇല്ലാതായോ? മൂർച്ചയുള്ള കത്തി കൊണ്ടാണോ കളിക്കുന്നത്? ആ തുണി അഴിച്ചെടുക്കാൻ കത്തിയുടെ ആവശ്യമൊന്നുമില്ല. അവൻ അവളുടെ അടുത്തിരുന്ന് ആ കത്തി വാങ്ങി ടേബിളിലേക്ക് വച്ചു. കാല് കാണിക്കി, അഴിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഭിരാമി അവളുടെ കാൽ സോഫയിലേക്ക് കയറ്റി വച്ചു. മഹേഷ് പതിയെ ആ വെള്ളത്തുണി അഴിച്ചെടുക്കാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞത് ശരിയാണ്. തുണിയിലെ കെട്ട് മുറുകിയിരിക്കുന്നു. കൈകൊണ്ടത് മാറ്റാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ വലിയ ഡയലോഗ് അടിച്ച ശേഷം കത്തിയെടുത്ത് മുറിച്ചെടുക്കാനും പറ്റില്ല. അവൻ്റെ മുഖത്ത് ഒരു ചമ്മിയ ചിരി വിരിഞ്ഞു. അഭിരാമിക്കും ചുണ്ടിൽ പുഞ്ചിരി തെളിയുന്നുണ്ടായിരുന്നു. എന്നാൽ തോൽവി സമ്മതിക്കാൻ മഹേഷ് തയ്യാറായില്ല. അവൻ സോഫയിൽ നിന്നും നിലത്ത് മാർബിൾ തറയിലേക്കിരുന്നു. ശേഷം പതുക്കെ അവളുടെ കാലിലെ കെട്ടിലേക്ക് കൈകൾ വച്ചു. പതിയെ ആ കെട്ട് പിണഞ്ഞു കിടക്കുന്ന തുണി അവൻ്റെ പല്ലുകൊണ്ട് കടിച്ചെടുത്തഴിക്കാൻ ശ്രമിച്ചു. അഭിരാമി ഒന്നു വല്ലാതായി. അവളുടെ ഹൃദയമിടിപ്പ് ശക്തിയായിക്കൊണ്ടിരുന്നു. മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. തൻ്റെ കാലിൽ മഹി ഉമ്മ വയ്ക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൻ്റെ ശ്രമം വിജയിച്ചു. ആ മൃദുലമായ കാലിൽ നിന്നും അവൻ കെട്ടുകൾ അഴിച്ചെടുത്തു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഡോക്ടർ വിഷ്ണു പുറത്തു നിൽക്കുന്നത് അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അബി, ഞാനിത് അഴിച്ചെടുത്തു. നീ എന്ത് കാര്യവും എടുത്തു ചാടിയാണ് തീരുമാനം എടുക്കുന്നത്. നിൻ്റെ ആ സ്വഭാവം നീ ആദ്യം മാറ്റണം. എന്ത് ചെയ്യുന്നതിന് മുമ്പും നീ 2 പ്രാവശ്യം കൂടി ആലോചിക്കണം. അവൻ അവളുടെ അടുത്ത് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ആ സമയത്താണ് വിഷ്ണു മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി വന്നത്. വിഷ്ണു, താനിന്ന് ഇങ്ങോട്ട് വന്നതാണോ? അതേതായാലും നന്നായി. ഇതുവരെ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നിട്ടുണ്ട്. അലക്സി നമ്മൾ വിചാരിച്ചതിനേക്കാൾ വൃത്തികെട്ടവനാണ്. ഇവൾ അങ്ങോട്ട് ചെന്ന് മുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവൻ ഇവൾ വലയിലാക്കാനുള്ള ഒരുക്കത്തിലാണ്. മഹേഷിൻ്റെ വാക്കുകളിൽ അലക്സിയോടുള്ള പക നിറഞ്ഞു നിന്നു. മഹി, പൂജ ശരിക്കും വിട്ടിയാവുകയായിരുന്നു. അവൾ പോയിരിക്കുന്നത് ഒരു തെമ്മാടിയുടെ കൂടെയാണ്. ഇനി അങ്ങോട്ടുള്ള അവളുടെ ജീവിതം തീർത്തും പരാജയം തന്നെയായിരിക്കും. അത് മഹേഷിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു.
2 ദിവസങ്ങൾക്ക് ശേഷമാണ് കാലിൻ്റെ വേദനയും വയ്യായ്കയും മാറിയെന്ന് പറഞ്ഞ് അഭിരാമി വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങിയത്. അവൾ വരാൻ വേണ്ടി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അലക്സി. അവൾ വർക്കിനായി വന്ന ദിവസം അന്ന് വൈകിട്ട് വരെ അവൻ അവളെ തൻ്റെ വലയിലാക്കാനുള്ള തന്ത്രങ്ങൾ മനസ്സിൽ തിരയുകയായിരുന്നു. ഒടുവിൽ അവൻ അതിനുള്ള ഐഡിയ കണ്ടുപിടിച്ചു. സമയം വൈകിട്ട് 5 മണിയോടടുത്തിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞതും ഓരോരുത്തരായും അവിടം വിട്ട് വീട്ടിലേക്ക് പുറപ്പെടുവാൻ തുടങ്ങി. അലക്സി തിരികെ പോവാൻ തയ്യാറാവുന്ന അഭിരാമിയുടെ അടുത്തെത്തി. സർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അവൾ ഫയലുകളെല്ലാം ടേബിളിൽ മടക്കി വച്ചു. നിന്റെ കാലിൻ്റെ മുറിവെല്ലാം മാറിയില്ലേ അഭിരാമി? അയാൾ വളരെയേറെ താല്പര്യത്തോടെ അവളുടെ അരികിൽ നിന്നു. മാറി സാർ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾ ബാഗുമെടുത്ത് പോവാൻ തുടങ്ങിയതും അലക്സി അവളെ തടഞ്ഞു. അഭിരാമി, ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത്. നീ 2 ദിവസം ലീവായപ്പോൾ നിൻ്റെ വർക്കെല്ലാം പെൻഡിങ് ആയി കിടക്കുകയായിരുന്നു. നാളത്തെ ഡേറ്റ് 31. കണക്കുകളൊന്നും ക്ലിയർ അല്ല. കുറച്ച് ഫയലുകളൊന്ന് നോക്കി റെഡിയാക്കണം. എനിക്ക് മാത്രം നടക്കുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം ഒരു 2 മണിക്കൂർ നേരം കൂടി നിനക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ 2 ആളും കൂടി വിചാരിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നമുക്ക് നടത്തിയെടുക്കാം. അവൻ അർത്ഥം വച്ചൊന്ന് അവളെ നോക്കി. അഭിരാമി അലക്സിയോട് എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്നു. ഓഫീസ് വിട്ട് എല്ലാവരും പോയി തുടങ്ങി. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. തനിച്ച് രാത്രി സമയം അലക്സിക്കൊപ്പം നിൽക്കുന്നത് സേഫാണോ? അവൾ ആകെ പ്രയാസത്തിലായി. നിൽക്കൂ സാർ, വൈകി വീട്ടിലേക്ക് കയറി ചെന്ന ഡാഡിയും അമ്മയും എന്ത് പറയുമെന്നറിയില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ ഫോണെടുത്ത് ഉടനെ തന്നെ മഹേഷിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ കാര്യം അറിഞ്ഞ മഹേഷിന് അത് അപകടമാണെന്ന് തോന്നി. അഭിരാമി, നീ തനിച്ചവൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും നീ അത് പറഞ്ഞൊഴിവാക്കണം. മഹേഷ് അവൾക്ക് നിർദ്ദേശം നൽകി. അലക്സി സാർ, ആകെ പ്രശ്നമാണ്. മാത്യു സാറിൻ്റെ സ്വന്തം കമ്പനി ആയതുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് വർക്കിന് ഡാഡി പറഞ്ഞു വിട്ടത്. എന്നാൽ ഓഫീസ് ടൈം കഴിഞ്ഞും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡാഡി അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ജോലിക്ക് പോവണ്ടെന്ന് പറയുന്നു. ഓഫീസിൽ നിന്നും ഞാൻ പിരിഞ്ഞു പോയാൽ അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഞാൻ നിങ്ങളെയൊക്കെ ഒന്നിഷ്ടപ്പെട്ട് വരികയായിരുന്നു. അവൾ ദയനീയമായി അലക്സിയെ നോക്കി. ഓഹോ, അപ്പോൾ ഇവൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അവൻ്റെ മനസ്സൊന്ന് കുളിർന്നു. എങ്കിൽ വേണ്ട അഭിരാമി, നീ ഇവിടുന്ന് മാറിപ്പോവുന്നത് എനിക്ക് ഓർക്കാൻ വയ്യ. നീ എപ്പോഴും ഇവിടെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ അവളെ വല്ലാത്തൊരു പ്രണയത്തോടെ നോക്കി. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.